ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അയാളുടെ വളരെ മോശപ്പെട്ട ശാരീരിക ഭാഷയും എല്ലാം തന്നെ വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി ഹണി റോസ് എന്ന് പറയുന്ന നടി കൊടുത്ത പരാതി അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കുറച്ച് ദിവസമെങ്കിലും ജയിലിലടക്കുകയും ഇപ്പോൾ ജാമ്യത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. കേസ് എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും അതൊരു നല്ല കാര്യമാണ് അന്നും ഇന്നും ഞാൻ കരുതുന്നു. കാരണം സ്ത്രീകൾക്കെതിരായി, ഇത്ര മോശപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമല്ല ആർക്കെതിരായി ഇത്ര മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും ഈ പറഞ്ഞതുപോലെ അവരുടെ ഡ്രസ്സും അവരുടെ വേഷം, അവരുടെ ശരീരഘടന, നിറം, ഉയരം, വണ്ണമൊക്കെ വെച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു സ്ത്രീയെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നീ സുന്ദരിയാണ് എന്ന് പറയുന്നത് പോലും അത്ര നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷണമുള്ളത്. അപ്പം അതുകൊണ്ട് ആ കേസ് അങ്ങനെ നിൽക്കും. അതിനിടയിലാണ് അത് വലിയ വാർത്തയായപ്പോഴാണ് ചാനലുകളിൽ വന്ന് രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിന്റെ വക്താവായി വന്നത്. രാഹുൽ ഈശ്വർ എന്തെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ ആളാണ് എന്ന് ഞാൻ കരുതുന്നത്. ഒരു വലതുപക്ഷ പ്രത്യയശാസ്ത്രം. അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ വലത് നിരീക്ഷകനാണ് എന്നാണ് സ്വയം പരിചയപ്പെടുന്നത്. വലത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. വലതെന്ന് പറഞ്ഞാൽ എപ്പോഴും തെറ്റിന്റെ പക്ഷത്താണോ അതോ അങ്ങനെയാണോ അദ്ദേഹം പറയണമെന്ന് അറിയില്ല. ഇടത് ശരിയും വലത് തെറ്റും അങ്ങനെയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലതും ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടാവാൻ ഞാൻ അതിന് തെറ്റൊന്നും പറയുന്നില്ല. ഞാൻ അദ്ദേഹവുമായി നേരിട്ട് പല ഘട്ടത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും ഗൗരവം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ഈ നടിക്കെതിരായി, നടിയുടെ വേഷത്തെ സംബന്ധിച്ചും ശരീരത്തെ സംബന്ധിച്ചും ഒക്കെ ചില പരാമർശങ്ങൾ ചാനലിൽ നടത്തി നടിയെ സംബന്ധിച്ച് പരാതി കൊടുത്തു. രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ വെച്ചു. മുൻകൂർ നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ ഒരു കത്തുണ്ട്. നടി രണ്ടാമത് പോയി പരാതി കൊടുത്തു. അന്വേഷിച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാമെന്നാണ് അന്ന് കോടതി പറഞ്ഞത് പോലീസ്. പിന്നെ പോലീസിൽ വീണ്ടും പരാതി കൊടുത്തപ്പോൾ ഇപ്പൊ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ പ്രാഥമികമായൊരു കാര്യമാണ്. കാരണം ഇത്ര കൃത്യമായും ചാനലുകളിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് അവർക്ക് അസഹ്യമാകുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. IT ആക്ട് അനുസരിച്ചും പഴയ IPC അല്ലെങ്കിൽ ഇവിടുത്തെ BNS അനുസരിച്ചും അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് 3 വർഷം വരെ തടവ് ശിക്ഷ ജപിക്കാവുന്ന കേസാണ്. കേസിന്റെ ഭാവി എന്താവും എന്നൊക്കെ കോടതിയിൽ പോയിട്ടേ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനിടയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം, ഇന്നലെ ഒരു പത്രസമ്മേളനത്തിന് രാഹുൽ ഈശ്വർ വന്നിരുന്നു. പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാർക്ക് സംരക്ഷണം വേണം, ആർക്കെതിരെയും കള്ളക്കേസ് എടുക്കാൻ പാടില്ല, പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾക്കെതിരെയും കള്ളക്കേസ് എടുക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ സത്യസന്ധമായ കേസിനെ കള്ളക്കേസാക്കാമോ എന്ന ചോദ്യവും നമുക്കുണ്ട്. ഹണി റോസിനെതിരെ എന്റെ പരാതിക്ക് എതിരെ കേസെടുത്തപ്പോൾ പ്രശ്നം മറ്റൊരു ചോദ്യങ്ങൾ വന്നു. ഇവിടെ ഹണി റോസിന്റെ സ്റ്റാൻഡ് ഇവിടുത്തെ മറ്റ് സ്ത്രീകൾക്കുണ്ടോ? വാളയാർ അമ്മയ്ക്കെതിരെ പരാതി കള്ളക്കേസ് കൊടുത്ത ആളുകളാണ്. വാളയാർ അമ്മയ്ക്ക് ഈ സ്റ്റാറ്റസ് ഉണ്ടോ? അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിലെ അമ്മയ്ക്കുണ്ടോ? മധുവിന്റെ അമ്മയ്ക്കുണ്ടോ? അട്ടപ്പാടിയിലെ ഈ സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഹണി റോസ് നടിയാണ് എന്നതുകൊണ്ട് എടുത്ത കേസാണ് എന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അതുകൊണ്ടാണ് കേസ് എടുത്തെങ്കിലും നല്ല കാര്യം, കേസെടുത്തത് ഒരു പ്രശ്നം. പക്ഷേ ആണുങ്ങൾക്ക് സംരക്ഷണം വേണം എന്ന് രാഹുൽ ഈശ്വർ പറയുമ്പോൾ ഏതർത്ഥത്തിലുള്ള സംരക്ഷണം? ഇവിടെ നിയമസംരക്ഷണമുണ്ട്. കള്ളക്കേസാണെങ്കിൽ കള്ളക്കേസാണെന്ന് സ്ഥാപിക്കാനുള്ള നിയമസംരക്ഷണം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഹണി റോസ് പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് കോടതിയിൽ സ്ഥാപിക്കാനുള്ള സൗകര്യം ഇദ്ദേഹത്തിനുണ്ടല്ലോ. ഇപ്പോൾ കൂട്ടിക്കൽ ജയചന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയവും ഇതിലൂടെ വന്നു. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യയും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ വന്നൊന്നുമില്ല. കൂട്ടിക്കൽ ജയചന്ദ്രനെ സ്വത്ത് സംബന്ധിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് പോക്സോ കേസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അവരുടെ കുടുംബം, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത്. നമുക്കറിയില്ല കള്ളക്കേസുകൾ എങ്ങനെയുണ്ടാവാം, സ്ത്രീകൾ ഇത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടാവാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ദുരുപയോഗപ്പെടുത്തുന്നു എന്നത് ഒരു നിയമം ഇല്ലാതിരിക്കുന്നതിനുള്ള കാരണമല്ല. അപ്പോൾ കട്ട ആളുകളെ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയ ആളുകളെ പിടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കള്ളക്കേസ് ഉണ്ടാക്കിയ ഒരാളെ കേസിൽ പെടുത്തുമ്പോൾ, കള്ളക്കേസ് ഉണ്ടാക്കി പെടുത്തുകയാണെങ്കിൽ അത് തടയാനുള്ള സംവിധാനം ഇവിടെ ആവശ്യമുണ്ട്. പോലീസ് അല്ലാത്ത കേസ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസിനെതിരെ നടപടി വേണം, അതൊക്കെ ശരിയാണ്. ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയ പോലീസുകാർക്കെതിരെ നടപടി വേണം, അതൊന്നും ചെയ്യാറില്ല. അപ്പൊ തീർച്ചയായിട്ടും രാഹുൽ ഈശ്വറിന്റെ ഈ വാദം പൊള്ളയാണ്. പുരുഷന്മാർക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് എന്ത് സംരക്ഷണം അവിടെ വേണ്ടത്? പുരുഷാധിപത്യ സമൂഹമാണ് ഇവിടെ ഉള്ളതെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു എന്നൊരു പുരുഷൻ പറയുന്നത് സ്ത്രീ പറയുന്നതിൽ 2 വലിയ വ്യത്യാസമുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് പുരുഷാധിപത്യ സമൂഹമാണ്. രാഹുൽ ഈശ്വർ കുറെ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇത്തരം പ്രസ്താവനകൾ നടത്തി അവസാനം അപകടത്തിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.